മാതൃകയാർന്ന പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തി ചേരാനല്ലൂർ സെയിന്റ് ജെയിംസ് ചർച്ചിന്റെ കീഴിലുള്ള ലിറ്റിൽ ഫ്ലവർ UP സ്കൂൾ ഇത്തവണ മലയാള മനോരമയുടെ നല്ല പാഠം പരിപാടിയിൽ ജില്ലാതലത്തിൽ ഒന്നാം സമ്മാനം നേടി. അതോടൊപ്പം പള്ളിയുടെ സ്ഥലത്ത് വാഴകൃഷി നടത്തിയ ഇടവക അംഗങ്ങളുടെ കൂട്ടായ്മ രാസവളം ചേർക്കാത്ത ഏത്തവാഴ കൃഷി നടത്തിയും മാതൃകയായി. കണ്ടൽക്കാടുകളെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിലും സ്കൂൾ കുട്ടികളുടെ വീട്ടിലും പച്ചക്കറി കൃഷിയും ഔഷധച്ചെടികളും നട്ടുപിടിപ്പിച്ചും ചിത്രശലഭങ്ങൾക്കായി പൂന്തോട്ടം ഒരുക്കിയും ബിഷപ്പ് അട്ടിപ്പേറ്റി മെമ്മോറിയൽ സ്കൂൾ നല്ല പാഠം പരിപാടിയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി. 2 പേരെയും പരിസ്ഥിതി കമ്മീഷന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പരിസ്ഥിതി സൗഹൃദ സെമിത്തേരി, ബൊട്ടാണിക്കൽ ഗാർഡൻ, വാഴകൃഷി എന്നിവയുടെ പരിപാലനത്തിലൂടെ ഇത്തവണയും കോണേക്കര പള്ളി ഫൊറോന 3-ൽ മികച്ച ഇടവകയെന്ന സ്ഥാനം നിലനിർത്തി. പൊറ്റക്കുഴി പള്ളിയുടെ സെമിത്തേരിപ്പറമ്പിൽ കഴിഞ്ഞ ഓണത്തിന് കൃഷിവകുപ്പിൽ നിന്ന് ലഭിച്ച ജമന്തി തൈകൾ നട്ടുപിടിപ്പിച്ച് പരിപാലിച്ച് നേതൃത്വം നൽകിയ ശ്രീ KV ആന്റണി കോമരോത്തും മികവാർന്ന പ്രകടനം നടത്തി. സെമിത്തേരിപ്പറമ്പിൽ വിളയിച്ച പൂക്കളാണ് സമീപത്തെ സ്കൂളിലും വീടുകളിലും പൂക്കളമൊരുക്കാൻ സഹായിച്ചത്. അതോടൊപ്പം പള്ളിയിലെ കാഴ്ചവെപ്പ് കർമ്മങ്ങളിലും മറ്റും ഈ പൂക്കൾ ഉപയോഗിച്ചു. മഞ്ഞൾ കൃഷി നടത്തി. പൊറ്റക്കുഴി ക്ലബ്ബ് പ്രസിഡന്റ് KV ആന്റണിയെ ഇന്ന് ആദരിക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തെ സഹായിച്ച സെക്രട്ടറി ഷീല, മറ്റ് പ്രവർത്തകർ എന്നിവരെയും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഫൊറോന 3-ലെ സെന്റ് ദൂർദുമാത പുതുക്കലവട്ടം ഇടവകയും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ഇടവകയിലെ പരിസ്ഥിതി ക്ലബ്ബ് അംഗങ്ങളുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നല്ല മാതൃകയാണ്. ഫൊറോന 5-ൽ ജൈവ കൃഷിയിലൂടെ പച്ചക്കറികളും മറ്റും വിറ്റ് മാസം 45,000 രൂപയോളം വരുമാനം നേടുന്ന 30 ഇടവക അക്കാര്യത്തിൽ എല്ലാവർക്കും മാതൃകയാണ്. പള്ളിയും പരിസരങ്ങളും ശുചിയായി സൂക്ഷിക്കുന്നു. ഇടവകാംഗമായ ഷിനി സുബിൽ കപ്പേള സ്ഥലത്ത് കൃഷി ചെയ്ത് കിട്ടുന്ന കായ്ഫലങ്ങൾ കപ്പേളക്ക് തന്നെ നൽകുന്നു. പള്ളിലാങ്കര വിമലാംബിക ദേവാലയം പ്രത്യേകം പ്രശംസിക്കപ്പെടേണ്ട വിധം പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ഇടവക വികാരി സാബു നെടുനിലത്തച്ഛന്റെ നേതൃത്വത്തിൽ ക്ലബ്ബ് ഭാരവാഹികൾ പള്ളി പരിസരത്ത് ജൈവ കൃഷി നടത്തുന്നു. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഇടവക പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്നു. ഓണത്തിന് പൂക്കൾ കൃഷി നടത്തി ദേവാലയത്തിൽ വിളഞ്ഞ ചക്ക ഉപയോഗിച്ച് മുതിർന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകി. പള്ളിലാങ്കര ഇടവകയിൽ നിന്നുമുള്ള ശ്രീ ജോൺസിനെ മികച്ച പരിസ്ഥിതി പ്രവർത്തകനായി ഇന്ന് ആദരിക്കുന്നു. ഫൊറോന 6-ൽ 8 ഏക്കർ യൂദാപുരം ഇടവകൾക്ക് പുറമെ തോട്ടക്കാട്ടുകര സെയിന്റ് ആൻസ് ചർച്ചും വിവിധ ഇനം വൃക്ഷങ്ങൾ നിറഞ്ഞ ഭൂപ്രകൃതിയാൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. ഫൊറോന 6-ൽ കഴിഞ്ഞ ഓണക്കാലത്ത് പൂക്കൾ കൃഷി ഒരുക്കിയും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പ്രവർത്തനവും വീടുകളിൽ ജൈവ കൃഷി ഒരുക്കിയും നീറിക്കോട് പരിസ്ഥിതി ക്ലബ്ബ് പ്രവർത്തനം തുടരുന്നു. മാലോത്ത് ജപമാല രാജ്ഞിയുടെ ഇടവക ചെറുതാണെങ്കിലും ശക്തമായ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് 7ാം ഫൊറോനയിൽ മികച്ച ഇടവക എന്ന സ്ഥാനം നേടിയെടുത്തു. 2024 ഡിസംബർ 8-നാണ് പരിസ്ഥിതി ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചത്. ജനുവരി 24-ന് ആരംഭിച്ച തിരുനാൾ പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് ഇടവക നടത്തിയത്. വേദപാഠത്തിന്റെ ആരംഭ ദിവസം കുരുന്നുകളെ വൃക്ഷത്തൈ നൽകി സ്വീകരിച്ചു. ദേവാലയ പ്രവർത്തനങ്ങളിൽ പ്ലാസ്റ്റിക് ഉപയോഗം കുറച്ച് മാതൃകയായി. ക്ലബ് അംഗങ്ങൾ എല്ലാവരും തന്നെ വീടുകളിൽ ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചു.